അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വേളാങ്കണ്ണിക്കൊരു യാത്ര പോകട്ടോ. അപ്പോൾ രാവിലെ തന്നെ അനിയൻ്റെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ നേരെ രാവിലെ തൊടുപുഴയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. പോകുന്ന വഴിക്ക് ഭരണങ്ങാനം പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ പള്ളിയിൽ പോയതിന് ശേഷം ഭക്ഷണമൊക്കെ ഇവിടുന്ന് കഴിച്ച് സമാധാനമായിട്ട് യാത്ര ചെയ്യാൻ കരുതി. ഇതാണ് അൽഫോൻസാമ്മേൻ്റെ കബറിടമാണ്. അവിടെ വന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നേരെ തേക്കടിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഇത് പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷേ വെള്ളമില്ല, കാരണം അങ്ങനെയാണല്ലോ കാലാവസ്ഥ. നേരെ നമ്മൾ അടുത്തത് പോകുന്നത് പട്ടുമല പള്ളിയിലാട്ടോ. സാധാരണ ഈ വഴിക്ക് പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും കയറുന്ന പള്ളിയാണ്. ഇതാണ് പട്ടുമല ചർച്ച്. ഇത് വണ്ടിപ്പെരിയാറ് പാമ്പനാറ് ആണ് സ്ഥിതി ചെയ്യുന്നത് പട്ടുമല ചർച്ച്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ ആ കുന്നിൻ മുകളിൽ അതിമനോഹരമായിട്ട് പണി കഴിപ്പിച്ചൊരു ചർച്ചാണ്, മാതാവിൻ്റെ ചർച്ചാണ്. അപ്പം നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് നമുക്ക് ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്നുള്ള ഓപ്ഷനിലെത്തി. കാരണം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറിലേക്കാവും. ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഒന്നിച്ചിരുന്ന് ലഞ്ച് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. കുട്ടികളുടെ സന്തോഷമാണത്. കാരണം ഒരു യാത്രയൊക്കെ ചെയ്യുമ്പം പിള്ളേരൊക്കെ ആയിട്ട് കൂടുതൽ ഒന്നുകൂടി മിങ്കിളായത് വളരെ ഹാപ്പി ആയിട്ട്, കുടുംബം എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു സന്തോഷം പങ്കിടുമ്പോൾ കിട്ടുന്നൊരു അതുണ്ടല്ലോ ഫീൽ. കൊച്ചിൻ്റെ സന്തോഷം തന്നെ കണ്ടില്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തേക്കടി എത്തി. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി കേട്ടോ. തമിഴ്നാട്ടിലേക്ക് കയറി ചെന്നപ്പോഴേക്കുന്ന മഴ എന്ന് പറഞ്ഞാൽ അന്യായ മഴ. ഈ ചുരം ഇറങ്ങി ചെല്ലുന്നത് തേനി കമ്പം ആ ഭാഗത്തേക്കാണ്. പക്ഷേ നല്ല അടാറ് മഴയായിരുന്നു. മഴ മാറിയപ്പോൾ നല്ല ഒരു തെളിഞ്ഞ ഒരു കാലാവസ്ഥയായി. വയൽപ്പാടത്തിന് നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ബ്രേക്ക് എടുത്തു, ഒരു ടീ ബ്രേക്ക് എടുത്തു. ആ ടീ ബ്രേക്കിൻ്റെ കൂടെ തന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നമ്മളിരുന്ന് അവിടുത്തെ പ്രത്യേകതരം പലഹാരങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമുക്ക് പോകുന്ന വഴിക്കൊരു CNG പമ്പ് കയറി ഫുൾ ടാങ്ക് CNG അടിച്ചു. അവിടെയും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ, കാരണം അത്രയും ലോങ് പോകേണ്ടതല്ലേ. പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടർന്ന്, കാരണം ഇനി പോയില്ലെങ്കിൽ വേളാങ്കണ്ണി എത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും. അങ്ങനെ നമ്മളൊരു 1:45 കൂടി വേളാങ്കണ്ണി എത്തി എന്ന് തന്നെ പറയാം. എത്താൻ പോകുന്നു. വേളാങ്കണ്ണിയുടെ എൻട്രൻസിലെത്തി. 2 മണിയോടുകൂടി നമ്മൾ വേളാങ്കണ്ണി എത്തിച്ചേർന്നു. ചെന്നപാടെ തന്നെ നമ്മൾ പള്ളിയോട് ചേർന്നുള്ള ഈ ഹോട്ടലിലാട്ടോ ചെക്ക് ഇൻ ചെയ്തത്. അപ്പം ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ കുർബാനയ്ക്ക് പോകുന്ന പരിപാടി. ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. താങ്ക്